ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ലഞ്ച് ബോക്സ് ഐറ്റമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം കനത്തിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം റൗണ്ടിൽ. അപ്പോൾ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറയാനും പാടില്ല, ഒരുപാട് കനം കൂടാനും പാടില്ല. ആ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് പാത്രം വെച്ച് അതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ടെ. അതിനുശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മെഴുക്കുവരട്ടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാള ഒന്ന് വഴണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. ഒരുപാട് അങ്ങ് കളറൊന്നും ബ്രൗൺ ആവണ്ട. അപ്പോൾ കളറൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അടപ്പ് മാറ്റി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്കിത് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കോവയ്ക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മെഴുക്കുവരട്ടി. റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.